എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. 2025 ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കഥകൾ പറയാനായിട്ട് ആരംഭിച്ചത്. ഏകദേശം 1 മിനിറ്റിനും 3 മിനിറ്റിനും ഇടയിലുള്ള ഷോർട്ട് റീൽസ് ആയിട്ടാണ് കഥകൾ പറയാൻ തുടങ്ങിയതും ഇപ്പോൾ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഏകദേശം 350-ലധികം കഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിന് ആരോഗ്യം തന്ന ദൈവത്തിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഓരോ കഥകളും കേട്ടും അതിൽ അഭിപ്രായങ്ങൾ അറിയിച്ചും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചും തിരുത്തൽ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞും നേരിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും മെസ്സേജ് അയച്ചും അഭിപ്രായം അറിയിച്ചുകൊണ്ടിരുന്നവർ, ഇത് തന്നെ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റസ് ഇടാനായിട്ട് ചോദിച്ചു മേടിച്ച ആളുകൾ, അങ്ങനെ ഒത്തിരി അധികം മനുഷ്യരുടെ സ്നേഹം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അനുഭവിച്ചറിയാനായി എന്നുള്ളതാണ് ഏറ്റവും ചാരിതാർത്ഥ്യമുള്ള കാര്യം. 2012 മുതൽ യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ട്. 2011 മുതൽ ഫേസ്ബുക്കിലും ഏതാണ്ട് 2023 കാലഘട്ടം മുതൽ ഇൻസ്റ്റഗ്രാമിലും അക്കൗണ്ട് ഉണ്ട്. ഇതിലൊക്കെ വല്ലപ്പോഴും എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുകയോ വീഡിയോസ് കാണുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. 2023 നവംബർ മാസത്തിലാണ് സോഷ്യൽ മീഡിയയിൽ മകളുമൊത്ത് കോമഡി റീൽസ് ഒക്കെ ചെയ്യാൻ ആരംഭിച്ചത്. അതിനുശേഷം 2025 ഓഗസ്റ്റ് മാസം മുതൽ കഥ പറയാൻ തുടങ്ങി. എല്ലാ ദിവസവും കഥ പറയുക എന്ന ഈ ഒരു ചെറിയ ശ്രമം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു യാത്രയായി മാറുകയാണ്. ഒരു വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ ഒരു ആഘോഷത്തിനല്ല, എല്ലാവരോടും നന്ദി പറയുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 22 വർഷമായി കോർപ്പറേറ്റ് രംഗത്താണ് ജോലി ചെയ്യുന്നത്. അതിൽ തന്നെ 18 വർഷമായി കോർപ്പറേറ്റ് ട്രെയിനറായി പ്രവർത്തിക്കുന്നു. ട്രെയിനിങ് എനിക്ക് ഉപജീവനമാണെങ്കിൽ കഥ പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. 2011 മുതൽ ഷോർട്ട് ഫിലിം രംഗത്ത് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. ഏകദേശം 20ഓളം ഷോർട്ട് ഫിലിമുകളും 3 ഡോക്യുമെൻ്ററികളും സംവിധാനം ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവരും വീട്ടിലായിരുന്ന ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചത് എഴുത്തിനൊപ്പമായിരുന്നു. 3 വർഷത്തിനിടെ 32ഓളം ബ്ലോഗുകൾ എഴുതാനായിട്ട് സാധിച്ചു. ആ എഴുത്തുകളാണ് പിന്നീട് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ വായനക്കാരിലേക്ക് വുഡ്രോ മാൻഡ്രോ എന്ന എൻ്റെ ആദ്യ പുസ്തകമായി പുറത്തു വന്നത്. പുസ്തകത്തിൻ്റെ ആദ്യ പതിപ്പ് വിജയകരമായി ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ധാരാളം വായനക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ 2ാമത്തെ പുസ്തകം അതിൻ്റെ പണിപ്പുരയിലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ബാക്കിയുണ്ടായിരുന്നു. കഥകൾ വായിക്കുന്നവരിലേക്ക് മാത്രമല്ല, കേൾക്കുന്നവരിലേക്കും എത്തിക്കണം. ഈ ആശയം മനസ്സിൽ വരുന്നത് 2019-ലാണ്. എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചത് 2025 ഓഗസ്റ്റ് മാസത്തിലാണ്. കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ യൂട്യൂബിൽ ഏകദേശം 1200 സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ 250 ഫോളോവേഴ്സും ഫേസ്ബുക്കിലെ പഴയ പേഴ്സണൽ അക്കൗണ്ടിൽ 4000 സുഹൃത്തുക്കളുമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ കഥ പറഞ്ഞ് കൂട്ടുകൂടിയവരുടെ എണ്ണം യൂട്യൂബിൽ ഏകദേശം 55,000-ലധികമാണ്. ഇൻസ്റ്റഗ്രാമിൽ 26,000-ലധികം ഫോളോവേഴ്സും ഫേസ്ബുക്കിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ പുതിയതായി തുടങ്ങിയ പ്രൊഫഷണൽ അക്കൗണ്ടിൽ 42,000-ലധികം ഫോളോവേഴ്സും വന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കഥ കേട്ട് 1.25 ലക്ഷത്തോളം മനുഷ്യ ഹൃദയങ്ങൾ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഓരോ ദിവസവും പുതിയ ഓരോ കഥകൾ എന്ന രീതിയിൽ 350-ലധികം കഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനകം എത്തിക്കാൻ സാധിച്ചത് എൻ്റെ കഴിവുകൊണ്ടല്ല, തീർച്ചയായും നിങ്ങളുടെ സ്വീകരണം കൊണ്ട് തന്നെയാണ്. പലരും നേരിട്ട് കാണുമ്പോഴും സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് അയച്ചും മറ്റും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇത്രയും കഥകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഓരോ ദിവസവും ഈ വീഡിയോ ചെയ്യാൻ സമയം എവിടെ നിന്നാണ് കിട്ടുന്നത്? അതുപോലെ തന്നെ കഥകളോടൊപ്പം പറയുന്ന ഈ വിഷ്വൽസ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ഞാൻ പറയുന്ന കഥകൾ എൻ്റെ സൃഷ്ടികളല്ല. ഞാൻ വായിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ലഭിക്കുന്നതുമായിട്ടുള്ള കഥകളെ എൻ്റേതായ രീതിയിൽ പുനരവതരിപ്പിക്കുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ആ യാത്രയിൽ ഇന്നത്തെ സാങ്കേതിക വിദ്യ വലിയ സഹായമാണ്. കഥകളെ റീലുകൾക്ക് അനുയോജ്യമായ രീതിയിൽ ക്രമപ്പെടുത്താൻ ChatGPT ആണ് ഉപയോഗിക്കുന്നത്. കഥകൾക്കൊപ്പമുള്ള ദൃശ്യങ്ങൾ സൃഷ്ടിക്കാൻ യൂട്യൂബ് ക്രിയേറ്റ് ഉപയോഗിക്കുന്നു. വീഡിയോ എഡിറ്റിങ്ങിന് ഇൻസ്റ്റഗ്രാം എഡിറ്റ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. ChatGPT ഒഴികെ മറ്റൊന്നും പെയ്ഡ് വേർഷൻ ഉപയോഗിക്കുന്നില്ല. എൻ്റെ ജോലി സമയം കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന അല്പസമയം എനിക്കിഷ്ടമുള്ളൊരു കാര്യത്തിനായി മാറ്റിവെക്കുന്നു. അവധി ദിവസങ്ങളിൽ കുറച്ചേറെ സമയമെടുത്ത് കഥകൾ തിരഞ്ഞെടുത്ത് വെക്കുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ ഓരോന്നോരോന്നായി അത് ചെയ്യുകയും യാത്രാവേളകളിലാണ് കൂടുതൽ എഡിറ്റിങ്ങിനും മറ്റുമായിട്ട് സമയം ചെലവഴിക്കാറുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കഥ പറയുക എനിക്കൊരു ജോലിയല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ഏറെ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഏതാനും കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ 1-2 വീഡിയോ മാത്രം ചെയ്ത് അവസാനിപ്പിക്കരുത്. എല്ലാ കാര്യത്തിനും എന്നതുപോലെ ഇവിടെയും തുടർച്ച, കൺസിസ്റ്റൻസി ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ 15-16 വർഷം പിന്നിട്ടതിന് ശേഷമാണ്
ഇത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ആളുകളിലേക്ക് എത്താനുമുള്ള ഒരു മാധ്യമമായി ഞാൻ കൃത്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. അവിടെ എല്ലാ ദിവസവും വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിനാണ് ഊന്നൽ കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം മനുഷ്യരിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചത്. ഒത്തിരി അധികം മനുഷ്യരെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ എല്ലാ ദിവസവും കഥകൾ അവതരിപ്പിക്കാനും നമുക്കും ഒരു പ്രചോദനം ഉണ്ടായി തീർന്നത് തീർച്ചയായും ആളുകളുടെ പ്രതികരണം എല്ലാ ദിവസവും ലഭിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. 1,00,000-ലധികം മനുഷ്യർ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഊർജ്ജം തീർച്ചയായിട്ടും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിനെ എല്ലാ ദിവസവും തുടർച്ചയായി ചെയ്യുക. നിങ്ങൾ വിജയം നേടുന്നത് വരെ അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ വിജയിക്കാനുള്ള ഏക മന്ത്രം. ഏതാനും ദിവസങ്ങളുടെ ആവേശം കൊണ്ട് അവസാനിപ്പിക്കരുത്. കഴിയുന്നത്ര സ്ഥിരതയോടെ മുന്നോട്ട് പോകുക. ഫലം വൈകിയേക്കാം, പക്ഷേ വരാതിരിക്കില്ല. കഴിഞ്ഞ ഒരു വർഷത്തെ കഥ പറച്ചിലിൻ്റെ സോഷ്യൽ മീഡിയ യാത്ര എന്നെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യവും ഇതുതന്നെയാണ്. ഈ യാത്ര സാധ്യമാക്കി തന്ന ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും താങ്ങും കരുത്തുമായി കൂടെ നിൽക്കുന്ന കുടുംബത്തെ ഓർമ്മിക്കുന്നു. ഈ കാലയളവിൽ എൻ്റെ കഥകൾ കേട്ടവർക്കും കണ്ടവർക്കും തിരുത്തലുകൾ പറഞ്ഞു തന്നവർക്കും വിമർശനം അറിയിച്ചവർക്കും പ്രോത്സാഹിപ്പിച്ചവർക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എൻ്റെ കഥകൾ കേട്ട് എന്നോടൊപ്പം ചേർന്ന് നിന്നവർക്കും ഇനിയും വരാനിരിക്കുന്നവർക്കും പറഞ്ഞു തീരാത്ത ഒത്തിരിയധികം കഥകളുമായി ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്താം എന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.